ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജർമ്മനിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനുണ്ട്, മെട്രോ ട്രെയിൻസ് ഉണ്ട്, ബസ്സസ് ഉണ്ട്, ട്രാമുണ്ട്, ടാക്സീസ് ഉണ്ട്, അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ മെട്രോ ട്രെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മെട്രോ ട്രെയിൻസിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന്, ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് പോകുന്നത് അവിടെ. ഞാൻ MPA ഇൻ ലീഷർ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം നമുക്ക് സ്റ്റുഡൻസിന് ഒരു പ്രത്യേക കൺസെഷൻ ടിക്കറ്റ്സ് അവർ കൊടുക്കാറുണ്ട്. അതെന്തെന്ന് അന്വേഷിച്ചപ്പം നമുക്ക് മന്ത്ലി നമുക്ക് ഒരു ടിക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ മന്ത്ലി ഒരു എമൗണ്ട് അങ്ങനെ. ഈ ഞാൻ പോയ മ്യൂണിക്ക് എന്ന് പറയുന്ന ഇതാണ്, സിറ്റിയിലാണ്. അപ്പം മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് 16 സർക്കിൾസിൽ ആണ് തലകം വിലകം ട്രെയിൻസാണ് പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ 16 റിങ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഒരു റിങ്ങിനകത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അതുവരെയുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള എടുത്താൽ മതി. അങ്ങനെ ഞാൻ നമുക്കത് ഏത് റിങ് വേണോ ചൂസ് ചെയ്യാം. ആ റിങ്ങിന് കീഴിനകത്ത് വരുന്ന പ്ലേസസിൽ നമുക്ക് ഈ ടിക്കറ്റ് വെച്ച്, ഒരു മാസത്തെ ടിക്കറ്റ് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പം അങ്ങനെ എനിക്ക് കോളേജിൽ പോകണം, നമുക്ക് വേറെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അപ്പം നമുക്കൊരു മെജോറിറ്റി ആ സിറ്റിക്കകത്ത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു 3 റിങ്ങിൻ്റെ അകത്തുള്ളൊരു ടിക്കറ്റ് മതി. അപ്പോൾ ഞാനെടുത്തത് 3 റിങ്ങിൻ്റെ ടിക്കറ്റാണ്. അപ്പോൾ 3 റിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് അവിടെ തന്നെ നമുക്കൊരു ആപ്പുണ്ട്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മ്യൂണിക്കിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ